اللهم اجعل عملنا كله صالحا واجعله لوجهك خالصا ولا تجعل فيه لأحد شيئا. اللهم زينا بزينة الإيمان واجعلنا هداة مهتدين غير ضالين ولا مضلين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم لك أسلمنا وبك آمنا وعليك توكلنا وإليك نبنا وبك خاصمنا. نعوذ بعزتك لا إله إلا أنت أن تضلنا. أنت الحي الذي لا يموت والجن والإنس يموتون. أما بعد. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇതിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകൾ, അവൻ്റെ വിശേഷണങ്ങൾ വന്നിട്ടുള്ള ആയത്തുകളാണ് ഷെയ്ഖുൽ ഇസ്ലാം വിവരിക്കുന്നത്. നോക്കൂ, അതിൽ അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നു അൽ അലീമു അൽ ഖബീർ. ഖുർആനിലെ സൂറത്തു തഹ്രീം പോലെയുള്ള സൂറത്തുകളിൽ വന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ രണ്ട് പേരുകളാണിത്, അൽ അലീമു അൽ ഖബീർ. അള്ളാഹു അലീമാണ്, അവൻ ഖബീറാണ്. അലീമാണ്, അവൻ ഖബീറാണ്. രണ്ടും അള്ളാഹുവിൻ്റെ അറിവിനെ സൂചിപ്പിക്കുന്ന പേരുകളാണ്. അലീം ഇൽം എന്ന അള്ളാഹുവിൻ്റെ സിഫത്തിനെ സൂചിപ്പിക്കുന്നു. ഖബീർ എന്നത് അവൻ്റെ ഖിബ്റത്ത്, അവൻ്റെ സൂക്ഷ്മമായ അറിവിനെ സൂചിപ്പിക്കുന്നു. അഥവാ അലീം അറിയുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. പക്ഷേ ഖബീർ എന്നത് സൂക്ഷ്മമായ, വളരെ ചെറിയ കാര്യങ്ങൾ അറിയുന്നു എന്ന അർത്ഥം സൂചിപ്പിക്കുന്ന പേരാണ്. ഇവിടെ മനസ്സിലാക്കാനുള്ള പാഠമാണ് അള്ളാഹുവിൻ്റെ പേരുകളിൽ മുതഖാരിബായ അഥവാ അടുത്തടുത്ത് നിൽക്കുന്ന അർത്ഥമുള്ള പേരുകളുണ്ടാകും. പക്ഷേ അത് എപ്പോഴും എല്ലാ അർത്ഥത്തിലും ഒരേപോലെ ആകണമെന്നില്ല അതിൻ്റെ അർത്ഥം. മറിച്ച് സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ചെറിയ വ്യത്യാസങ്ങൾ കാണാം. രണ്ടിൻ്റെയും അർത്ഥം അള്ളാഹുവിൻ്റെ അറിവാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഖബീർ എന്നത് സൂക്ഷ്മമായ കാര്യങ്ങളെ അറിയുന്നവൻ എന്ന അർത്ഥമാണ് സൂചിപ്പിക്കുന്നത്. അതിൽ മനസ്സിലാക്കാനുള്ള മറ്റൊരു പാഠമാണ് അലീം എന്ന അള്ളാഹുവിൻ്റെ പേര് ഒന്നുകൂടി ആമാണ്, വിശാലമാണ്. ഖബീർ എന്നത് ഖാസാണ്, അഥവാ ചെറിയ കാര്യങ്ങൾ അറിയുന്നു, ആ പ്രത്യേകമായ കാര്യം സൂചിപ്പിക്കുകയാണ് ഖബീർ എന്ന പേരിൽ. അലീം എന്നത് അതിൽ ചെറുതും വലുതുമായ എല്ലാം ഉൾപ്പെട്ടു, ചെറുതും വലുതുമായതെല്ലാം ഉൾപ്പെട്ടു. അതുപോലെ അള്ളാഹുവിൻ്റെ പേരുകൾ അത് ഒറ്റക്ക് വരുമ്പോൾ, ഒരു പേര് ഒറ്റക്ക് വരുമ്പോൾ ഉള്ള അർത്ഥത്തെക്കാൾ അധികം അത് മറ്റൊരു പേരിൻ്റെ കൂടെ ചേർന്ന് വരുമ്പോൾ പ്രത്യേകമായി അതിൻ്റെ അർത്ഥം അതിൽ പുതിയ അഥവാ ഒറ്റക്ക് വരുമ്പോൾ ഇല്ലാത്ത ചില അർത്ഥങ്ങൾ കൂടി വരുന്നത് കാണാം. ഉദാഹരണത്തിന് നോക്കൂ, അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞു, അവൻ അഫുവാണ്, ഖദീറാണ്. അഫുവൻ ഖദീർ, അവൻ അഫുവാൻ, ഏറെ മാപ്പ് നൽകുന്നവനാണ്. അവൻ ഖദീറാണ്, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. നിങ്ങൾ നോക്കൂ, ആ പേര് അത് ഒന്ന് മാത്രമാണ് വന്നത് എങ്കിൽ ലഭിക്കാത്ത അർത്ഥം മറ്റൊരു പേരിൻ്റെ കൂടെ വരുമ്പോൾ അതിന് ലഭിക്കുന്നു. അഫു, അള്ളാഹു മാപ്പ് നൽകുന്നവനാണ്, ഖുർആനിൽ വന്ന പേരാണത്. അതുപോലെ ഹദീസിൽ വന്നിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ, മാപ്പ് നൽകുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖദീറിൻ്റെ കൂടെ അത് വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹു കഴിവുള്ളവനാണ്, അവന് വേണമെങ്കിൽ അവന് ശിക്ഷിക്കാം. പടപ്പുകളെ മുഴുവൻ ശിക്ഷിച്ചാലും അവൻ അവരോട് അനീതി ചെയ്തിട്ടില്ല, അവനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. കഴിവുള്ളവനായിരിക്കെ മാപ്പ് നൽകുന്നവനാണവൻ. അവൻ മാപ്പ് നൽകുന്നത് ശിക്ഷിക്കാൻ അവന് കഴിവില്ലാത്തത് കൊണ്ടല്ല, ശിക്ഷിക്കാൻ അവന് കഴിവില്ലാത്തത് കൊണ്ടല്ല അവൻ മാപ്പ് നൽകുന്നത്. അതുപോലെ അവൻ ഖദീറാണെന്ന് പറഞ്ഞാൽ അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. പക്ഷെ എന്നിട്ടുകൂടി അവൻ മാപ്പ് നൽകുന്നവനാണ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കഴിവുണ്ട് എന്നത് അവനെ ഒരിക്കലും അവൻ്റെ റഹ്മത്തിന് തടസ്സമാകുന്നില്ല. സൃഷ്ടികൾ നോക്കൂ, അവരുടെ സ്ഥിതി നേരെ തിരിച്ചാണ്.
ആളുകൾക്ക് അധികാരമോ ശക്തിയോ സമൂഹത്തിൽ സ്ഥാനമോ ലഭിച്ചാൽ പൊതുവെ മനുഷ്യർ അക്രമത്തിലേക്ക് എത്തിച്ചേരും. അവർക്ക് കീഴിലുള്ളവർക്ക് മാപ്പ് കൊടുക്കാതിരിക്കുക എന്ന സ്വഭാവം അവർക്ക് വരും. അതുകൊണ്ടാണ് പറയുന്നത് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരിക. അയാൾക്ക് കീഴിലുള്ള ആളുകളോട് അയാൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചാണ്. അബൂ മസ്ഊദ് ഉഖബത്ത് ബിൻ അമർ അൽ ബദ്രി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി തൻ്റെ അടിമയായ ഒരാളെ അടിക്കുകയാണ്. അടിക്കുമ്പോൾ അദ്ദേഹം ദേഷ്യത്തിൽ വടികൊണ്ട് അടിക്കുകയാണ്. ദേഷ്യത്തിനാണുള്ളത്. അപ്പോൾ പിന്നിൽ നിന്ന് അദ്ദേഹം ഒരു ശബ്ദം കേൾക്കുകയാണ്, ഇഅ്ലം അബാ മസ്ഊദ്, ഇഅ്ലം അബാ മസ്ഊദ്, അബൂ മസ്ഊദ് അറിയണം, അബൂ മസ്ഊദ് അറിയണം. പക്ഷെ അദ്ദേഹം ദേഷ്യം കൊണ്ട് ആ ശബ്ദം കേൾക്കുന്നില്ല. അടുത്തെത്തിയപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് കണ്ടപ്പോൾ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ നിന്ന് വടി താഴെ വീണുപോയി. ഇഅ്ലം അബാ മസ്ഊദ്, നോക്കണം നിങ്ങൾ, ആളെ അടിക്കുന്നത് കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ നിന്ന് അങ്ങോട്ടേക്ക് വരികയാണ് ഇത് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്ലം അബാ മസ്ഊദ്, അബൂ മസ്ഊദ് അറിയുക, അന്നല്ലാഹ അഖ്ദറു അലൈക മിൻക അലാ ഹാദാ, നിനക്ക് ഇവൻ്റെ മേൽ എത്ര കഴിവുണ്ടോ അതിനേക്കാൾ നിന്നെന്തും ചെയ്യാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അബൂ മസ്ഊദ് പറഞ്ഞു, ഹുർറുൻ ഫി വജ്ഹില്ലാഹ്, എങ്കിൽ അള്ളാഹുവിന് വേണ്ടി അവൻ്റെ വജ്ഹിന് വേണ്ടി ഞാൻ ഇവനെ മോചിപ്പിച്ചിരിക്കുന്നു, സ്വതന്ത്രനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അത് ചെയ്തില്ല എങ്കിൽ നിന്നെ നരകം സ്പർശിച്ചേനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നോക്കൂ, റബ്ബ് കഴിവുള്ളവനാണ്. അപ്പം നമുക്ക് ഒരാളുടെ മേൽ ഖുദ്റത്തുണ്ട്, കഴിവുണ്ട്, അയാളെ ചെയ്യാൻ നമുക്ക് സാധിക്കും. തിരിച്ചു പ്രതികരിക്കാൻ സാധ്യമല്ല എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, നമ്മോടുള്ള ബാധ്യത കൊണ്ട്, അതായത് നമ്മെക്കൊണ്ടുള്ള ആവശ്യം കൊണ്ട്. ഉദാഹരണത്തിന് ഒരാളുടെ ഭാര്യയെപ്പോലെ അവൾ എന്ത് പെരുമാറിയാലും ഒതുങ്ങി അങ്ങ് നിന്നോളും എന്ന് നീ ആരെക്കുറിച്ചെങ്കിലും, നിൻ്റെ ഭാര്യയെക്കുറിച്ചോ നിൻ്റെ കീഴിലുള്ളവരെക്കുറിച്ചോ കീഴിൽ ജോലി ചെയ്യുന്നവരെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ആരെക്കുറിച്ചെങ്കിലും വിചാരിച്ചിട്ട് നീ അവരോട് അതിക്രമം ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നവർ സൃഷ്ടികളിലുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ പടപ്പുകളെ എന്തും ചെയ്യാൻ കഴിവുള്ളവനായിരിക്കെ അവൻ മാപ്പ് നൽകുന്നവനാണ്. മാപ്പ് നൽകുന്നത് അവന് കഴിവില്ലാത്തത് കൊണ്ടല്ല. മനസ്സിലായില്ലേ? നോക്കൂ, അസീസുൻ ഗഫൂർ, രണ്ട് പേരുകൾ ഒരുമിച്ച് വന്നത് കാണാം. ഇതുപോലെയാണത്. അവൻ ഏറ്റവും ഇസ്സത്തുള്ള പ്രതാപമുള്ളവനാണ്. അവൻ്റെ ഇസ്സത്ത് എത്ര എന്നാൽ അവൻ്റെ ശിക്ഷയിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെട്ടു കൊടുക്കുക സാധ്യമല്ല. എന്നിരിക്കെ പുറത്തു കൊടുക്കുന്നവനാണ്. ഗഫൂറാണ്, മാപ്പ് നൽകുന്നവനാണ്. അതുപോലെ നോക്കൂ, വഹുവൽ ഗഫൂറുൽ വദൂദ്, സൂറത്തു അൽ ബുറൂജിൽ അല്ലാഹു പറഞ്ഞതുപോലെ അവൻ ഗഫൂറാണ്, പുറത്തു കൊടുക്കുന്നവനാണ്, വദൂദാണ്, സ്നേഹിക്കുന്നവനാണ്. എന്താണ് രണ്ടുപേരും ഒരുമിച്ച് വന്നപ്പോൾ ലഭിക്കുന്ന അർത്ഥം? ഒറ്റക്കൊറ്റക്ക് വരുന്നതിനേക്കാൾ കൂടുതലായൊരർത്ഥം അതിലുണ്ട്. കാരണം നമുക്കറിയാം, പടപ്പുകളായ നമ്മളോടാണെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചാൽ നമ്മളൊരു പക്ഷേ അവർക്ക് മാപ്പ് കൊടുത്തേക്കും. പക്ഷേ മാപ്പ് കൊടുത്താലും പോട്ടെന്ന് വെച്ചാലും അവരെ സ്നേഹിക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചോളണമെന്നില്ല. മാപ്പ് കൊടുത്തേക്കും, ചിലപ്പോൾ പോട്ടെ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞേക്കും. പക്ഷേ അതിക്രമം ഇങ്ങോട്ട് ചെയ്തവരോട് സ്നേഹം നമുക്ക് ഉണ്ടാകണമെന്നില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ അനുസരിക്കാതെ തിന്മകളിൽ മുഴുകി അല്ല, ചിലപ്പോൾ അവനെ ചീത്ത വിളിക്കുകയും അവനിൽ പങ്കു ചേർക്കുകയും അവനെ നിഷേധിക്കുകയും ചെയ്താൽ കൂടി അവനിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അവൻ പുറത്തു കൊടുക്കുക മാത്രമല്ല അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നതാണ്. വഹുവൽ ഗഫൂറു അൽ വദൂദ്, അവൻ പുറത്തു നൽകുന്നവനും അതുപോലെ അവൻ സ്നേഹിക്കുന്നവനുമാണ്. ഇതുപോലെയാണ് ചില പേരുകൾ ഒരുമിച്ച് വന്നാൽ അത് ഒറ്റക്ക് ഉള്ളപ്പോൾ ലഭിക്കുന്നതിനപ്പുറത്തുള്ള അർത്ഥം ലഭിക്കുന്നതാണ്. ഇവിടെ അള്ളാഹു പറഞ്ഞ അവൻ അലീമാണ്, ഖബീറാണ്. അലീമാണ്, അവൻ അറിയുന്നവനാണ്. കുല്ലിയാത്തും അറിയും, ജുസ്ഇയാത്തും അറിയും. ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയുന്ന, ഏറ്റവും സൂക്ഷ്മമായത് അറിയുക എന്ന അർത്ഥമാണ് ഖബീർ എന്ന പേരിലുള്ളത്. ഇതിൽ നോക്കൂ, ചില പിഴച്ച കക്ഷികൾക്ക് ഉള്ള മറുപടി ഈ കാര്യത്തിലുണ്ട്. കാരണം അഹ്ലുസുന്നത്തിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് തന്നെ പിഴച്ചുപോയ പല കക്ഷികൾക്കും വാദമുണ്ട്. അള്ളാഹുവിൻ്റെ അറിവ് എന്നാൽ അത് മൊത്തത്തിലുള്ള അറിവാണ്. എന്നാൽ സൂക്ഷ്മമായ അറിവ് അള്ളാഹു അറിയുകയില്ല, കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാദമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ സൂക്ഷ്മമായി സകലതും അറിയുന്നവനാണ്. ഇൻഷാ അല്ലാഹ് അത് വിവരിക്കുന്ന ആയത്തുകൾ ഇനിയും വരുന്നുണ്ട്. യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫി സുദൂർ. യഅലമു, അള്ളാഹു അറിയുന്നു, ഖായിനത്തൽ അയുൻ, കണ്ണിൻ്റെ
ഖായിന, ചതിപ്രയോഗങ്ങൾ, അതിൻ്റെ കട്ടുനോട്ടം അള്ളാഹു അറിയുന്നു. ഒമാ തുഖ്ഫി സുദൂർ, ഹൃദയങ്ങൾ മറച്ചു മൂടി വെച്ചത് ഒരാൾക്കും അറിയില്ല. നീ നിൻ്റെ കൽബിൽ മിഞ്ഞു മറഞ്ഞു പോകുന്ന കാര്യം, നീ ഹൃദയത്തിൽ തീരുമാനിച്ച കാര്യം, നീ തീരുമാനിക്കും മുൻപേ, നീ ചിന്തിക്കും മുൻപേ, നീ കണക്ക് കൂട്ടും മുൻപേ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ അറിയും. അവൻ്റെ അറിവ്, ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ഇതുപോലെ പേടിപ്പെടുത്തേണ്ട, അവനെ പിടിച്ചു നിർത്തുന്ന അള്ളാഹുവിൻ്റെ സിഫത്ത് മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് ഖുർആനിൽ നോക്കി ഏറ്റവും അധികം പറഞ്ഞ അള്ളാഹുവിൻ്റെ സിഫത്ത് ഏതാണ്? അവൻ്റെ ഇൽമ് എന്ന സിഫത്താണ്, അവൻ്റെ അറിവെന്ന സിഫത്ത്. അവൻ അറിയുന്നു എന്ന കാര്യം നമ്മെ ഏത് തിന്മയിൽ നിന്നും പിടിച്ചു വെക്കേണ്ടതാണ്, നന്മയിലേക്ക് നയിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ അറിവെന്ന് പറയുന്നത്, അവൻ്റെ അറിവ് നേരത്തെ ജഹല് വന്നിട്ടില്ലാത്ത, അഥവാ നേരത്തെ ഒരു അറിവില്ലായ്മ അവനുണ്ടായിട്ടില്ല. ലം യസ്ബിഖുഹു ജഹ്ലുൻ വലാ യൽഹഖുഹു ഫന വലാ യൽഹഖുഹു നിസ്യാൻ, മറവി എന്നത് അവന് സംഭവിക്കുകയില്ല. മൂസ അലൈഹിസ്സലാം ഫിർഔനോട് പറഞ്ഞതുപോലെ, ഫിർഔൻ ചോദിച്ചു ഫമ ബാലുൽ ഖുറൂനിൽ ഊല, എന്താണ് പഴയ ആളുകൾക്ക്, അവരുടെ പഴയ തലമുറകളുടെ സ്ഥിതി എന്താണ്, അവർക്ക് എന്തു പറ്റും? ഖാല ഇൽമുഹ ഇൻദ റബ്ബി ഫി കിതാബ് ലാ യദില്ലു റബ്ബി വലാ യൻസ, അവരെക്കുറിച്ചുള്ള അറിവ് എൻ്റെ റബ്ബിൻ്റെ പക്കൽ ഒരു രേഖയിലുണ്ട്. ലാ യദില്ലു റബ്ബി, എൻ്റെ റബ്ബിന് തെറ്റിപ്പോവുകയില്ല. വലാ യൻസ, എൻ്റെ റബ്ബ് മറക്കുകയുമില്ല. യാ സുബ്ഹാനല്ലാഹ്, എത്ര ചിന്തിക്കേണ്ട വാക്കാണ്. എൻ്റെ റബ്ബിന് തെറ്റിപ്പോവുകയില്ല. നമുക്ക് തെറ്റിപ്പോകും. നമുക്ക് നന്മ ചെയ്തവർക്ക് പ്രത്യുപകാരം ചെയ്യാനോ നന്ദി കാണിക്കാനോ നമ്മൾ ചിലപ്പോൾ മറന്നുപോകും. നമ്മെ ഉപദ്രവിച്ചവരെയും നമ്മൾ മറന്നുപോകും. കാലങ്ങൾ കഴിഞ്ഞാൽ ആളുകൾ ഉപദ്രവിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ റബ്ബിങ്കൽ മക്തൂബ്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു അഹ്സാഹുല്ലാഹു വനസൂഹ്, അഹ്സാഹുല്ലാഹ്, അള്ളാഹു അത് കണക്കെടുത്തു വച്ചിരിക്കുന്നു. വനസൂഹ്, അവർ മറന്നുപോയിരിക്കുന്നു. യാ സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക ആ വാക്ക്. സൂറത്തു മുജാദലയിൽ അള്ളാഹു പറഞ്ഞതാണ് അഹ്സാഹുല്ലാഹു വനസൂഹ്, അള്ളാഹു അത് ക്ലിപ്തപ്പെടുത്തി വച്ചിരിക്കുന്നു. വനസൂഹ്, അവർ മറന്നുപോയിരിക്കുന്നു. അവരുടെ പ്രവർത്തനമാണ്, അവർ ചെയ്ത ചെയ്തികളാണ്, അവരത് മറന്നുപോയി. അള്ളാഹുവിങ്കൽ മറക്കാതെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ എന്തു പറഞ്ഞത്? അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി കുല്ല, അള്ളാഹു എൻ്റെ പാപങ്ങളെല്ലാം പുറത്തു നൽകണമേ. ദിഖഹു വജില്ല, അതിൽ ചെറുതും വലുതും. അവ്വലഹു വആഖിറ, അതിൽ ആദ്യത്തേതും അവസാനത്തും. വഅലാനിയതഹു വസിറ, അതിൽ പരസ്യവും രഹസ്യവും. ഖൈർ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽ കാണാം അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം. അല്ലാഹുവേ, ഞാൻ നിന്നോട് എല്ലാ ഖൈറിൽ നിന്നും ചോദിക്കുന്നു, ഈ ലോകത്തെയും പരലോകത്തെയും, എനിക്കറിയുന്നതും എനിക്കറിയാത്തതും. വഅഊദു ബിക മിനശ് ശർരി കുല്ലിഹി, അല്ലാഹു എല്ലാ ഷർറിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ആജിലിഹി വആജിലിഹി, ഈ ലോകത്തെയും പരലോകത്തെയും. മാ അലിംതു മിൻഹു വമാ ലം അഅലം, അല്ലാഹു എനിക്കറിയുന്നതും എനിക്ക് അറിയാത്തതും. സുബ്ഹാനല്ലാഹ്. തിന്മകളും അതെ, നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എല്ലാ തിന്മകളിൽ നിന്നും പാപമോചനം തേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ചത്. അള്ളാഹു എല്ലാം അറിയും എന്നത് നോക്കൂ, അത് അവനെ ധിക്കരിക്കാൻ ഒരുങ്ങുന്നവർക്കുള്ള താക്കീതാണ്, അവനെ അനുസരിക്കാൻ തീരുമാനിച്ചവർക്കുള്ള ആശ്വാസമാണ്. അതുപോലെ നോക്കൂ, നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ തീരുമാനിച്ചാൽ, അക്രമം നിന്നോട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നിനക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യമാണെന്ത്? എൻ്റെ റബ്ബ് അറിയുന്നുണ്ട് എന്ന്. അല്ലാഹു റബ്ബുൽ ആലമീൻ അറിയുന്നുണ്ട് എന്ന്. അവൻ്റെ ഇൽം നോക്കൂ, അവൻ്റെ ഏറ്റവും വിശാലമായ വിശേഷണങ്ങളിലൊന്നാണ്, അള്ളാഹുവിൻ്റെ ഇൽം. കാരണം അതിൻ്റെ പ്രതിഫലനം, അതിൻ്റെ സ്വാധീനമില്ലാത്ത ഒരു കാര്യവുമില്ല. ഏതുപോലെ റഹ്മത്ത് പോലെ. അതുകൊണ്ടാണ് ഖുർആനിൽ എന്തു വന്നത്? മലായിക്കത്തിൻ്റെ ദുആയി നമുക്ക് കാണാം, റബ്ബന വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ. ഞങ്ങളുടെ റബ്ബേ, എങ്ങനെയുള്ളവനാണ് നീ? വസിഅത കുല്ല ശൈ, എല്ലാത്തിനെയും വിശാലമായി ഉൾക്കൊണ്ടിരിക്കുന്നു. റഹ്മതൻ വഇൽമൻ, റഹ്മത്ത് കൊണ്ടും ഇൽമു കൊണ്ടും. അഥവാ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാത്ത ഒരു അണുപോലും ഈ ലോകത്തിൽ മുസ്ലിമിനും കാഫിറിനും, അള്ളാഹുവിനെ അനുസരിച്ചവനും അനുസരിക്കാത്തവർക്കുമൊക്കെ ഈ ലോകത്ത് എന്ത് ലഭിച്ചിട്ടുണ്ട്? അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അവൻ്റെ ഇൽം, അവൻ്റെ അറിവ് അതെത്താത്ത ഒരിടവുമില്ല, എവിടെയുമില്ല, ഒരാളുമില്ല. എല്ലാം
അള്ളാഹു സുബ്ഹാനഹു തആല അറിയുന്നു. അതിൽ വലുതെന്നോ ചെറുതെന്നോ വ്യത്യാസമില്ല. ഏത് കാര്യവും റബ്ബ് സുബ്ഹാനഹു തആല അറിയുന്നതാണ്. ഇങ്ങനെയുള്ളവൻ റബ്ബ് മാത്രമാണ്. അള്ളാഹു അല്ലാത്തവർക്ക് ഈ പ്രത്യേകത ഇല്ല. അത് റബ്ബിന് മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്താൽ ആ വകവെച്ചു കൊടുത്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അത് തനിക്കുണ്ടെന്ന് ഒരുവൻ വാദിച്ചാൽ, എനിക്ക് ഗൈബ് അറിയാം എന്ന് വാദിച്ചാൽ, അവൻ കാഫറായി തീരും. അള്ളാഹുവിന് പുറമെ സ്വയം ഇലാഹായി പ്രതിഷ്ഠിച്ച താഗൂത്തുകളുടെ കൂട്ടത്തിലായിരിക്കും അവൻ്റെ സ്ഥാനം. ഇത് ശിർക്കിൻ്റെ വക്താക്കൾ വിശ്വസിക്കുന്നത് കാണാം. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ മൊഹീദ്ദീൻ ശൈഖ് ആളുകളുടെ കൽബ് കാണുന്നു എന്ന് മഹീദ്ദിമാലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് വിശ്വസിക്കൽ നിർബന്ധമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. ശരിയായ കുഫറാണത്. മനസ്സിലായില്ലേ? കൽബ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുക എന്നത് ഒരിക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. നബിക്ക് മുന്നിലുള്ളവരുടെ കൽബ് കാണാൻ കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നിലിരുന്ന ആളുകൾ എന്താണ് അവർ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത്? ചതിയാണോ വഞ്ചന? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹാബിമാരെ നബിയുടെ വക്കൽ ഞങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരാൻ കുറച്ച് ആളുകൾ വേണം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ആറുകൊല നടത്തിയത് ശത്രുക്കൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസത്തിൽ അവർക്കെതിരെ ദുആ ചെയ്യുകയുണ്ടായി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇതാ എൻ്റെ അരികിൽ 2 കക്ഷികൾ വരും തർക്കവുമായി. എന്നിട്ട് ആർക്കാണോ നല്ല വാക്ചാതുര്യമുള്ളത് അവൻ്റെ വാക്ക് കേട്ട് അവൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് വിചാരിച്ച് ഞാൻ അവൻ്റേതല്ലാത്ത ഹക്ക്, മറ്റവൻ്റെ സഹോദരൻ്റെ ഹക്കാണ് ഞാനവന് വാങ്ങിക്കൊടുത്തത് എങ്കിൽ ഞാനവന് കൊടുക്കുന്നത് ഖിത്അത്തും മിനന്നാർ, നരകത്തിയുടെ ഒരു കഷ്ണമാണ്. വേണമെങ്കിൽ അവൻ വാങ്ങട്ടെ, അല്ലെങ്കിൽ അവൻ ഉപേക്ഷിച്ചോളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നമാ അന ബശർ, ഞാൻ മനുഷ്യനാണ്. അൻസാ കമാ തൻസൂൻ, നിങ്ങൾ മറക്കുന്നത് പോലെ എനിക്ക് മറന്നുപോകും. ആര് പറയാൻ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നബിയേക്കാൾ മുകളിൽ ഇനി ഏത് ഷെയ്ഖാണുള്ളത്, ഇനി ഏത് വലിയാണുള്ളത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിൽ ഇല്ല ഒരാളുമില്ല. അതുകൊണ്ട് അള്ളാഹു എന്നല്ലാതെ ഈ ഒരു പ്രത്യേകതയില്ല. അവൻ്റെ സിഫത്താണ്, അവൻ എല്ലാം അറിയുന്നു, ഗൈബ് അറിയുന്നു എന്ന്. നോക്കൂ അടുത്ത ആയത്ത്, യഅലമു മാ യലിജു ഫിൽ അർദി വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ് സമാഇ വമാ യഅറുജു ഫീഹാ. സൂറത്തു സബയിലെ ആയത്താണ്. ശൈഖുൽ ഇസ്ലാം ഇത് അള്ളാഹുവിൻ്റെ ഇൽമ് വിവരിക്കാൻ വേണ്ടിയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, യഅലമു മാ യലിജു ഫിൽ അർദ്, ഭൂമിയിൽ പ്രവേശിക്കുന്നതെല്ലാം അവൻ അറിയുന്നു. വമാ യഖ്റുജു മിൻഹാ, ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും. വമാ യൻസിലു മിനസ് സമാ, മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത്. വമാ യഅറുജു ഫീഹാ, മുകളിലേക്ക് കയറിപ്പോകുന്നത്. ഇതെല്ലാം അള്ളാഹു റബ്ബുൽ ആലമീൻ അറിയുന്നു. ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന, ഭൂമിയിൽ അലിഞ്ഞു ചേരുന്ന മയ്യിത്തുകൾ, അതുപോലെ മഴ പെയ്താൽ അത് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്, അതിൽ ആണ്ടുപോകുന്ന വിത്തുകൾ, ഇങ്ങനെ ഭൂമിക്കകത്തുള്ളത് അതിലേക്ക് പ്രവേശിക്കുന്നത് അള്ളാഹു അറിയുന്നു. വയഖ്റുജു മിൻ, അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും റബ്ബ് സുബ്ഹാനഹു തആല അറിയുന്നു. അതിൽ നിന്ന് മുളച്ചു പൊങ്ങുന്നവ എന്താണ്, അതിൽ നിന്ന് പുറത്തേക്ക് ഉയർത്തെഴുന്നേറ്റ് വരിക അള്ളാഹു അറിയുന്നു. മൻസിലു മിനസ് സമാ, മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത് മഴ പോലെ, അതുപോലെ അള്ളാഹുവിൻ്റെ മലായിക്കത്ത്, അതുപോലെ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, റിസ്ഖ്, ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത് അള്ളാഹു അറിയുന്നു. വമാ യഅറുജു ഫീഹാ, മുകളിലേക്ക് കയറിപ്പോകുന്നത് അള്ളാഹുവിൻ്റെ മലായിക്കത്ത് കയറിപ്പോകുന്നു. ആളുകളുടെ അമലുകൾ, അവരുടെ വാക്കും പ്രവൃത്തിയും റബ്ബിലേക്ക് കയറിപ്പോകുന്നു. ദുആ അള്ളാഹുലേക്ക് കയറിപ്പോകുന്നു. ഇങ്ങനെ എല്ലാം അള്ളാഹു റബ്ബുൽ ആലമീൻ അറിയുന്നു. അവൻ്റെ അറിവിൻ്റെ വിശാലത അറിയിക്കുന്ന ആയത്താണിത്. അള്ളാഹുവിനെ പോലെ ഇങ്ങനെ അറിയുന്ന മറ്റാരുമില്ല. ഈ ഭൂമിയിലുള്ളത് മുഴുവൻ അള്ളാഹു അറിയുന്നു, ആകാശത്തുള്ളത് മുഴുവൻ അവൻ അറിയുന്നു. ഈ രണ്ടിലേക്കും കയറുന്നതും അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയും. ചിന്തിച്ചു നോക്കൂ, എത്രയാണ് അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ വിശാലത എന്ന് പറയുന്നത്. നമ്മൾ താമസിക്കുന്ന ഒരു റൂമിലോ അല്ലെങ്കിൽ ഒരു വീട്ടിലോ ഒരു ചെറിയ ഒരു പ്രദേശത്ത് പോലും അവിടെ ഉള്ളതും ഇല്ലാത്തതും അതിനുള്ളിലേക്ക് കടക്കുന്നതും പുറത്തേക്ക് പോകുന്നതും നമ്മൾ അറിയണമെന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതെല്ലാം അറിയുന്നതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇതെല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ടാണ് ഈ വാക്കുകൾ വന്നിട്ടുള്ള ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് കാണാം. ഈ സമാനമായ വാക്കുകൾ വന്നിട്ടുള്ള ഒരു ദുആ, പ്രത്യേകിച്ച് പേടിയുള്ള
സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ പഠിപ്പിച്ച ഒരു ദുആയിൽ നമുക്കിത് കാണാം. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി അല്ലതി ലാ യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിറുൻ മിൻ ശർരി മാ ഖലഖ വദറഅ വബറ ومن شر ما ينزل من السماء ومن شر ما يعرج فيها ومن شر ما ضرأ في الأرض ومن شر ما يخرج منها أعوذ بك من شر كل طارق أعوذ بك من شر كل دابة أعوذ بك من شر كل طارق إلا طارقا يطرق بخير يا رحمن. يعني الدعاء النبي صلى الله عليه وسلم പഠിപ്പിച്ചത് കാണാം. أعوذ بكلمات الله التامات التي لا يجاوزهن بر ولا فاجر. അള്ളാഹുവിൻ്റെ പരിപൂർണമായ കലിമത്തുകൾ മുഖേന, വാക്കുകൾ മുഖേന ഞാൻ അവനോട് കാവൽ തേടുന്നു. അതിനെ മുറിച്ചു കടക്കുകയില്ല, നന്മ ചെയ്യുന്നവനോ മോശക്കാരനോ ആയ ഒരാളും. أعوذ بكلمات الله التامات التي لا يجاوزهن بر ولا فاجر من شر ما ينزل من السماء ومن شر ما يعرج فيها ومن شر ما يلج في الأرض ومن شر ما يخرج منها. അതിനു മുമ്പ് ومن شر ما خلق وضرأ وبرأ. അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു അവൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെയും ഷർറിൽ നിന്ന്. അവൻ ഈ ഭൂമിയിൽ അവൻ്റെ പ്രപഞ്ചത്തിൽ വിതറിയിട്ടുള്ള എല്ലാ വസ്തുവിൻ്റെയും എല്ലാത്തിൻ്റെയും ഷർറിൽ നിന്ന്, അതുപോലെ അവൻ രൂപം നൽകിയിട്ടുള്ള എല്ലാത്തിൻ്റെയും ഷർറിൽ നിന്ന്. ومن شر ما ينزل من السماء ومن شر ما يعرج فيها ومن شر ما ضرأ في الأرض ومن شر ما يخرج منها. ആകാശം താഴേക്ക് ഇറങ്ങുന്നതിൻ്റെയും മുകളിലേക്ക് കയറിപ്പോകുന്നതിൻ്റെയും ഭൂമിയിൽ അവൻ സൃഷ്ടിച്ചതിൻ്റെയും അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിൻ്റെയും. ومن شر كل طارق, രാത്രി പൊടുന്നനെ വരുന്ന എല്ലാത്തിൻ്റെയും ഷർറിൽ നിന്ന്. إلا طارقا يطرق بخير يا رحمن, എന്നാൽ ഖൈറുമായി രാത്രി വരുന്ന ഒന്നിൽ നിന്നൊഴികെ യാ റഹ്മാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ പഠിപ്പിച്ചത് കാണാം. പേടിയെക്കുറിച്ച് ആവലാതി ഒരു സഹാബി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു കൊടുത്തതായി ഹദീസുകളിൽ വന്നത് കാണാം. കാരണം നോക്കൂ, ഇങ്ങനെയുള്ള റബ്ബിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരാണ് പേടിക്കേണ്ടത്? അല്ലാഹു റബ്ബുൽ ആലമീൻ, അവനിൽ നീ വിശ്വാസം ഉറപ്പിച്ചാൽ നിനക്കുള്ളതാണ് നിർഭയത്വം. അള്ളാഹു പറഞ്ഞു, الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. ആരാണോ അള്ളാഹുൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ശിർക്ക് കലർത്താതിരിക്കുകയും ശിർക്കെന്ന അക്രമം കലർത്താതിരിക്കുകയും ചെയ്ത് ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാണ് ഹിദായത്തിലായവർ. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ലാ യർജുവന്ന അഹദുൻ ഇല്ലാ റബ്ബഹു വലാ യഖാഫന്ന ഇല്ലാ ദംബഹു. നിങ്ങളിൽ ഒരാളും അവൻ്റെ റബ്ബിലല്ലാതെ പ്രതീക്ഷ വെക്കേണ്ടതില്ല, ഒരാളും അവനവൻ്റെ തിന്മയല്ലാതെ പേടിക്കേണ്ടതുമില്ല. ഒരാളും റബ്ബിലല്ലാതെ പ്രതീക്ഷ വെക്കേണ്ട, റബ്ബിലാണല്ല പ്രതീക്ഷയും. മറ്റൊരാളിലുമല്ല, ഒരു പടപ്പിലുമല്ല, ഒരാളിലും അവനവനിലുമല്ല, നിന്റെ സാമർഥ്യത്തിലോ കഴിവിലോ ഒന്നിലുമല്ല, അള്ളാഹുവിൽ മാത്രം. അതുപോലെ നീ പേടിക്കേണ്ടത് നിന്റെ തിന്മകളെയാണ്. നിന്റെ തിന്മയാണ് നിനക്ക് ഉപദ്രവമായി വരിക. അള്ളാഹു അനീതി ചെയ്യുകയില്ല. നിനക്കെന്തെങ്കിലും അപകടം ഈ ലോകത്തുണ്ടായോ, അള്ളാഹു അതുകൊണ്ട് നിന്റെ തിന്മ പുറത്തു തരും. അല്ലെങ്കിൽ നിന്റെ പരലോകത്ത് നിനക്ക് വലിയ ദറജയേറ്റി തരും. അതുകൊണ്ട് പേടിക്കേണ്ടത് തിന്മയാണ്, പ്രതീക്ഷിക്കേണ്ടത് റബ്ബിനെയാണെന്ന് മഹാനായ സഹാബി അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. നോക്കൂ, അള്ളാഹുൽ യഥാർത്ഥ വിശ്വാസം അർപ്പിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനുള്ളതാണ് നിർഭയത്വം എന്ന് പറയുന്നത്. ശരിയാണ്, മാനുഷികമായ പേടി ചില സന്ദർഭത്തിൽ ആളുകൾക്കുണ്ടാകാം. പക്ഷെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തെ അത് കീഴ്പ്പെടുത്തുകയില്ല, അത് വന്നു പോവുകയുള്ളൂ. അതല്ലെങ്കിൽ പൊടുന്നനെയുള്ള പേടി, ഒരു പാമ്പിനെ കണ്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവകാരി ഒരാളെ നമ്മൾ ഉപദ്രവിക്കാൻ പറ്റും എന്ന് കേട്ടാലോ പേടി തോന്നുന്നത് സ്വാഭാവികമാണ്. ആ പേടി തോന്നുകയില്ല എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സലഫുകളിൽ മുൻഗാമികളിൽ ഒരാളെ വന്യജീവി ഉപദ്രവിക്കാൻ വന്നപ്പോൾ അയാൾ പേടിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ശരി, അപ്പോൾ അദ്ദേഹം മൂസാ നബിയേക്കാളും ഖൈറായ ആളാണ്. മൂസാ അലൈഹിസ്സലാം കൊല്ലാൻ ആളുകൾ വരുന്നു എന്ന് കേട്ടപ്പോൾ ഫഖറജ മിൻഹാ ഖായിഫൻ യതറഖബ്, പേടിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്ന് പോയി എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അത് മാനുഷികമായ സ്വാഭാവികമായ ഭയമാണ്. പക്ഷേ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തെ അത് കീഴ്പ്പെടുത്തി കളയുകയില്ല. ശ്രദ്ധിക്കണം. മാത്രമല്ല, അള്ളാഹുവിനെ നീ എത്ര ഭയപ്പെടുന്നോ അത്രയും സൃഷ്ടികളെക്കുറിച്ച് നിർഭയനായിരിക്കും. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് നിനക്ക് പേടിയില്ലേ, അത്രയും നീ അവൻ്റെ പടപ്പുകളെ പേടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ അംബിയ ഏറ്റവും ധീരരായി
നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, കാന അഹ്സന അന്നാസ് വഅജ്വദ അന്നാസ് വഅശ്ജഅ അന്നാസ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ ഏറ്റവും നല്ലവരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ ഏറ്റവും ഉദാരനായിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും ശുജാഅത്തുള്ള ധീരനായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, യുദ്ധം കൊടുമ്പിരി കൊണ്ടാൽ, യുദ്ധം അതിൻ്റെ ഉത്തുംഗതിയിലെത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലാണ് ഞങ്ങൾ നിൽക്കാറുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയെ പരിചയമായിട്ടാണ് ഞങ്ങൾ സ്വീകരിക്കാറുണ്ടായിരുന്നത് എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. മനസ്സിലായില്ല? അതിൻ്റെ കൊടുമ്പിരി കൊണ്ടാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മുന്നിലുണ്ടാകുമായിരുന്നു. ഹുനൈനിൽ ആളുകൾ പിന്തിരിഞ്ഞോടി. സുബ്ഹാനല്ലാഹ്, ഹുനൈനിൽ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമായിരുന്നു, ശത്രുക്കൾ കുറവ്, മുസ്ലിമീങ്ങൾ കൂടുതൽ. നേരത്തെ ഉണ്ടായിരുന്ന ബദറിൻ്റെ ഒക്കെ നേരെ തിരിച്ചിട്ടാണ് എവിടെ? ഹുനൈനിൽ. പക്ഷേ എന്തുണ്ടായി? വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാഠം അവിടെയുണ്ട്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഇദ് അഅജബത്കും കസറത്തുക്കും, നിങ്ങൾ കുറേ ഉണ്ട് എന്നത് നിങ്ങൾ അത്ഭുതപ്പെടുത്തി. അതിൽ നിങ്ങൾ ഒരു മേന്മ കൊണ്ടു. ചില ആളുകൾ പറഞ്ഞു എന്നാൽ ആളില്ലാത്തത് കൊണ്ട് ഇത്തവണ നമ്മൾ തോക്കാൻ പോകുന്നില്ല എന്ന് ആളുകൾ, പക്ഷേ ഒരു പ്രയോജനവും ചെയ്തില്ല. തഖീഫ് ഗോത്രക്കാരുമായിട്ടാണ് ഹുനൈൻ യുദ്ധം. അവരാകട്ടെ അമ്പെയ്ത്തിൽ അഗ്രഗണ്യന്മാരായിരുന്നു. 4 ഭാഗത്തുനിന്നും അമ്പേർ പാഞ്ഞു വന്നു. ആളുകൾ എത്രയോ ഉണ്ടായിരുന്നു, പക്ഷേ ഒക്കെ പിന്തിരിഞ്ഞോടി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ആളുകളില്ലാത്ത അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബഗ്ൽ എന്നാൽ കോവൽ കഴുത എന്നാണ്, അതിൻ്റെ പുറത്ത് കയറി ആ സന്ദർഭത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാൽ, അന നബിയു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, അന നബി ലാ കദിബ്, ഞാനാണ് നബി, കളവ് പറയുകയല്ല. അന ഇബ്നു അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ ഞാനാണ്. അഥവാ പിതൃനിലേക്ക് ചേർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ആരും ഇല്ലാത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഇവിടെയുണ്ട് എന്ന് പറയണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധീരത എത്രയായിരിക്കണം. സഹാബത്ത് റളിയല്ലാഹു അൻഹു പിന്നീട് അവിടേക്ക് വന്നു. ചില സഹാബിമാർ ഉച്ചത്തിൽ വിളിച്ചു എന്നാണ്, യാ അഹ്ല സൂറത്തുൽ ബഖറ, യാ അഹ്ല ആല ഇമ്രാൻ, സൂറത്തുൽ ബഖറ പഠിച്ചവരെ, ആല ഇമ്രാൻ പഠിച്ചവരെ, എവിടെ നിങ്ങൾ? യാ അഹ്ല ഷജറ, ആ മരത്തിന് കീഴിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് റിദ്വാൻ ചെയ്തവരെ, എവിടെ നിങ്ങൾ എന്നിങ്ങനെ വിളിച്ചു വന്നാൽ സഹാബത്ത് റളിയല്ലാഹു അൻഹു അവരോടി വന്നു. യുദ്ധം എന്ന് പറഞ്ഞാൽ അത് ആളുകൾ ചിതറിപ്പോകുന്ന രംഗമാണ്. എല്ലാവരും കരുതി കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദൂരം മാറി എന്ന് വിചാരിക്കാൻ കഴിയില്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ അത് നിന്നെടുത്ത ആളുകൾ നിൽക്കുന്ന കാര്യമല്ല. ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലർന്നു പോകുന്ന കാര്യമാണ്. അങ്ങനെ ആളുകൾ തിരിച്ചു വന്നു എന്നാണ്. നിങ്ങൾ നോക്കൂ, ആ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ധീരത. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ധീരനായിരുന്നു. അള്ളാഹുവിൻ്റെ നബിമാർ അങ്ങനെയാണ്. നോക്കൂ നിങ്ങൾ, ഫിറഔനെ പോലെയുള്ള ഇത്രയും വലിയൊരു ധിക്കാരിയുടെ മുന്നിൽ പോയി ഈ രൂപത്തിൽ സംസാരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ധീരത നൽകിയതുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാമിനും ഹാറൂൻ അലൈഹിസ്സലാമിനും സാധിച്ചത്. പിന്നീട് ആ സൈന്യവും മുന്നിൽ കടലും കണ്ടപ്പോൾ, കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, അല്ല എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും എന്ന് പറയാൻ ആർക്കാണ് സാധിക്കുക? അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, മുഅ്മിൻ അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്നതുകൊണ്ട് അവൻ ധീരനായിരിക്കും. ശുജാഅത്ത് എന്നത്, ധീരത എന്നത് പണ്ഡിതന്മാർ ഹുസ്നുൽ ഖുലുഖിൻ്റെ, നല്ല സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുള്ള കാര്യമാണ്. ഉദാരത പോലെ, ആളുകളെ സഹായിക്കാനുള്ള മനസ്സ് പോലെ, ലജ്ജ പോലെ, ഹയാ പോലെ സൽ സ്വഭാവങ്ങളുടെ കൂട്ടത്തിനാണ് എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല യഥാവിധി ഒരാൾ അറിഞ്ഞാൽ, അള്ളാഹുൽ തവക്കുലാക്കിയാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ നിർഭയനായിരിക്കും, അവൻ സമാധാനമുള്ളവനായിരിക്കും. കാരണം ഇതൊക്കെ അറിയുന്നത് റബ്ബാണ്. ഏത് അപകടം, രാത്രിയോ പകലോ, നിൻ്റെ മുകളിൽ നിന്നോ താഴെ നിന്നോ വലത്തു നിന്നോ ഇടത്തു നിന്നോ എവിടെ നിന്ന് വരുന്ന അപകടമാകട്ടെ, പ്രയാസമാകട്ടെ, നിൻ്റെ റബ്ബ് അതറിയുന്നുണ്ട്, അള്ളാഹു അതറിയുന്നുണ്ട്. അതുകൊണ്ട് നീ അവനിൽ തവക്കുലാക്കിയാൽ ഫഹുവ ഹസ്ബുഹ്, നിനക്ക് അവൻ മതിയാകുന്നതാണ്. ഇതാണ് റബ്ബിനെ കുറിച്ച് പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം. പ്രിയ സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നമ്മൾ പഠിക്കുന്നത് വെറും പിഴച്ച കക്ഷികളോട് നമുക്ക്
ഇതാ ഇന്ന കാര്യത്തിൽ നമ്മൾ എതിനാണ് എന്നറിയുക മാത്രമല്ല, ഇതിൽ ഈമാനികമായ ഒരു വശമുണ്ട്, ഈമാനികമായ പാഠമുണ്ട്. അള്ളാഹുവിൻ്റെ ഏത് പേരിനു പിന്നിലും എന്തുണ്ട്? നമുക്ക് ഈമാനികമായ പാഠമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? ഇന്ന ലില്ലാഹി മിഅത ഇസ്ം, അള്ളാഹുവിന് 100 പേരുണ്ട് ഇല്ലാ വാഹിദ. ഇന്ന ലില്ലാഹി 99 ഇസ്മൻ മിഅതൻ ഇല്ലാ വാഹിദ. അള്ളാഹുവിന് 99 പേരുകളുണ്ട്, 100-ൽ നിന്ന് ഒന്ന് ഒഴിവ്. മൻ അഹ്സാഹ ദഖലൽ ജന്ന, ആരത് അഹ്സാ ചെയ്തുവോ അവൻ സ്വർഗത്തിനാണ്. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു? അള്ളാഹുവിൻ്റെ പേരുകൾ ശരിക്കു പഠിച്ചാൽ, അത് ശരിക്കും മനസ്സിലാക്കിയാൽ ഒരുവൻ്റെ ജീവിതം അങ്ങേയറ്റം മാറാനുള്ളൂ. റബ്ബിനെ നീ അറിഞ്ഞാലാണ് നിനക്ക് നിന്നെ മനസ്സിലാവുക. അറബിയിലൊരു ചൊല്ലുണ്ട്, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്, തന്നെ അറിഞ്ഞാൽ ഒരുവൻ റബ്ബിനെ അറിയും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മനോഹരമായ തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ട അദ്ദേഹത്തിൻ്റെ വാക്കുണ്ട് മജ്മൂ ഫതാവയിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ കാണാം. അല്ല, അങ്ങനെയല്ല, റബ്ബിനെ അറിഞ്ഞവനാണ് അവനവനെ അറിയുക. മനസ്സിലായില്ലേ? റബ്ബിനെ അറിഞ്ഞവനാണ് അവനവനെ മനസ്സിലാവുക. ശരിയാണ്, മറ്റൊരർത്ഥത്തിൽ ആ വാക്കിന് ഒരർത്ഥമുണ്ട്. നീ നിന്നെപ്പറ്റി ചിന്തിച്ചാൽ, നിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചാൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനൊക്കെ ബോധ്യമാവും. ശരിയാണ്, പടപ്പുകളെക്കുറിച്ച് ആലോചിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സനൂരിഹിം ആയാതിന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു പറഞ്ഞത് കാണാം, സനൂരിഹിം ആയാതിന ഫിൽ ആഫാഖ്, നാം അവർക്ക് ചക്രവാളങ്ങളിൽ നമ്മുടെ ആയത്തുകൾ കാണിച്ചു കൊടുക്കും. വഫി അൻഫുസിഹിം, അവരിൽ തന്നെയും, ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, സത്യമാണിത് എന്ന് അവന് ബോധ്യം വരുവോളം അള്ളാഹു ആയത്തുകൾ കാണിച്ചു കൊടുക്കും എന്നത് ശരിയാണ്. വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാനുണ്ട്, നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ റബ്ബിനെ കൊണ്ടാണ് നിനക്ക് ഈ അറിവും ലഭിക്കുന്നത്, റബ്ബിനെ കൊണ്ടാണ് നിനക്ക് ഈ അറിവും ലഭിക്കുന്നത്. അതാണ് പറയുന്നത്, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ ഏറ്റവും തെളിവുള്ളവനാണ്, അവൻ തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. എന്നാൽ ആ തെളിവിലൂടെ നിനക്ക് എല്ലാ തെളിവിനേക്കാളും തെളിഞ്ഞു നിൽക്കുന്നവനുമാണ് റബ്ബ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ നബിമാർ അവരുടെ ജനങ്ങളോട് ചോദിച്ചത്, അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ്, അള്ളാഹുവിനെ കുറിച്ചോ സംശയം? നോക്കൂ, അള്ളാഹുവിനെ കുറിച്ചോ സംശയം? നിനക്ക് ലോകത്ത് എന്തിനെക്കുറിച്ച് നീ സംശയിച്ചാലും ഒരിക്കലും നിനക്ക് സംശയത്തിന് ഇടയുണ്ടാകാൻ പാടില്ല. ആരെക്കുറിച്ച്? റബ്ബിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്. കാരണം അവനെക്കുറിച്ച് എങ്ങനെ സംശയിക്കാനാണ്? അവനുണ്ട് എന്നതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. അവനുണ്ട് എന്നതുകൊണ്ടാണ് നിനക്ക് ഈ ബുദ്ധി ഉണ്ടായത്, നിനക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയുക എന്നത്, അവൻ്റെ സിഫത്തുകൾ, അവൻ്റെ പേരുകൾ അറിയുക എന്നത്, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഒന്നാകെ, നമ്മുടെ ചിന്താഗതിയും നമ്മുടെ മുന്നോട്ടേക്കുള്ള നോക്കും എല്ലാം മാറ്റിമറിക്കുന്ന കാര്യമാണ്. നമ്മുടെ സഹാബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് അവരെ മാറ്റിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടാണ്. നബിയുടെ സംസാരങ്ങൾ അങ്ങനെയായിരുന്നു. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം സാദുൽ മആദിൽ പറഞ്ഞത് കാണാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഖുത്ബ, ഒരു സംസാരം കേട്ടാൽ ആളുകൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക അവരുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മഹബ്ബത്ത് നിറഞ്ഞുകൊണ്ടാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വം അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞിട്ടാണ് അവർ ഇറങ്ങിപ്പോവുക. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ പാഠം, അത് നമുക്ക് എന്ത് ഈമാനികമായി എന്ത് പാഠമാണ് നൽകുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കൂ, അടുത്ത ആയത്ത്, വഇൻദഹു മഫാതിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫി ളുലുമാതിൽ അർദ് വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. വഇൻദഹു, അള്ളാഹുവിൻ്റെ പക്കലാണുള്ളത്, മഫാതിഹുൽ ഗൈബ്, ഗൈബിൻ്റെ താക്കോലുകൾ. ലാ യഅലമുഹാ ഇല്ലാ ഹു, ലാ യഅലമുഹാ, അത് അറിയുകയില്ല, ഇല്ലാ ഹു, അവനല്ലാതെ. ഗൈബിൻ്റെ മഫാത്തിഹ്, അതിന് മഫാത്തീഹ് എന്ന് പറഞ്ഞാൽ മിഫ്താഹിൻ്റെ ബഹുവചനമാണ്, താക്കോലിൻ്റെ ബഹുവചനം. അതുപോലെ മഫാത്തിഹ് എന്ന വാക്ക് ഒരു കാര്യത്തിൻ്റെ തുടക്കം, അതിൻ്റെ തുറക്കാനുള്ള വാതിൽ, അതിൻ്റെ ബഹുവചനമായി പറയാറുണ്ട്.
പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചത് കാണാം. ഗൈബ് എല്ലാം ഒരുപോലെയല്ല. ചില ഗൈബുകൾ ശ്രദ്ധിക്കുക, ചില ഗൈബുകൾ അതിനുശേഷമുള്ള ഒരുപാട് രഹസ്യങ്ങളുടെ താക്കോൽ പോലെ അല്ലെങ്കിൽ അതിൻ്റെ വാതിൽ പോലെ ആയിരിക്കും. ഉദാഹരണത്തിന് അതിലേറ്റവും വലുതാണ് ഏതായിരിക്കും? ഗൈബിൽ ഏറ്റവും വലിയ ഗൈബ് എന്തായിരിക്കും? അന്ത്യനാളെപ്പോഴാണ്? അന്ത്യനാളെപ്പോഴാണ്? അള്ളാഹു അവൻ്റെ സൃഷ്ടികൾ ഒരു പടപ്പിനും അറിയിച്ചു കൊടുത്തിട്ടില്ല. മാത്രമല്ല ആ ഗൈബിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ആ ഗൈബിനൊരു പ്രത്യേകതയുണ്ട്. ആ വാതിലിനപ്പുറത്ത് ഒരുപാട് ഗൈബിൻ്റെ ലോകമാണുള്ളത്. കാരണം അന്ത്യനാൾ സംഭവിച്ചാൽ പിന്നീട് ആ ബാക്കിയല്ല. ഇതുപോലെ ഉള്ള ചില ഗൈബുകളുണ്ട്. മനസ്സിലായില്ലേ? അതിലൊന്നാണ് ഒരു മനുഷ്യൻ എവിടെ മരിക്കും. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. ഒരു മനുഷ്യനും അറിയില്ല അവൻ ഏത് ഭൂമിയിൽ വെച്ച് മരിക്കും എന്ന്. നിങ്ങൾ നോക്കി എപ്പോൾ മരിക്കും അല്ല ഏത് ഭൂമിയിൽ മരിക്കും എന്ന് നോക്കിയാൽ ഏത് ഭൂമിയിൽ എന്ന് പറയുന്നത് ഏത് സമയത്ത് മരിക്കും എന്നതിനേക്കാൾ ഒന്നുകൂടി അതിന് കടുപ്പം കുറവാണ്. എന്തുകൊണ്ട്? കാരണം ഒരു മനുഷ്യൻ എവിടെയും പോകാതെ ഒരു സ്ഥലത്ത് നിൽക്കുന്നുവെങ്കിൽ പൊതുവെ ഒരു സാധ്യതയുണ്ട്. എന്ത്? അയാൾ അവിടെ തന്നെ മരിക്കാൻ. സമയം പോലെ അല്ലത്. സമയം നമുക്ക് യാതൊരു നിശ്ചയവുമില്ല. എന്നാൽ ഒരാൾ ഒരു ഭൂമിയിൽ ഒരു നാട്ടിൽ തന്നെ ജീവിക്കുകയാണ് എങ്കിൽ ഒരു നല്ല സാധ്യതയുണ്ട്. എന്ത്? അയാൾ അവിടെ തന്നെ മരിക്കാൻ. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ, എവിടെയും പോകാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ആളുകൾ അവർ താമസിക്കുന്നിടത്ത് മരിക്കാൻ നല്ല സാധ്യതയുണ്ട്. എപ്പോൾ മരിക്കും എന്നത് ഒരു സാധ്യത നമുക്ക് പറയാൻ സാധിക്കുകയില്ല എന്നാണെങ്കിൽ ഒരു കവി പാടിയിട്ടുള്ളതുപോലെ വകം മിൻ സഖീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനൻ മിൻ അദ്ദഹരി. വകം മിൻ സഹീഹ്, എത്ര ആരോഗ്യവാന്മാരാണുള്ളത്. മാത മിൻ ഗൈരി ഇല്ലത്തിൻ, ഒരു രോഗവുമില്ലാതവൻ മരിച്ചുപോയി. വകം മിൻ സഖീമിൻ, എത്ര രോഗികളാണുള്ളത്. ആശ ഹീനൻ മിൻ അദ്ദഹരി, എത്രയോ കാലം പിന്നെ ഇങ്ങനെ ജീവിക്കുന്നു. ആളുകൾ വിചാരിക്കും ഇയാളിപ്പം മരിക്കുക, അല്ലെങ്കിൽ നാളെ മരിക്കുക, മറ്റന്നാൾ മരിക്കും, കുറച്ച് ദിവസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. പക്ഷെ അയാളിങ്ങനെ ജീവിക്കുന്നത് കാണാം. അയാൾ രോഗിയായി കാലത്ത് ആരോഗ്യത്തോടെ ജീവിച്ച ആളുകൾ മരിക്കുന്നത് കാണാം. വകം മിൻ സഗീറിൻ യുർതജ തൂല ഉംരിഹിം വഖദ് ഉദ്ഖിലത് അജ്സാദുഹും ദുൽമത്തൽ ഖബ്രി. എത്ര ചെറിയ കുട്ടികളാണുള്ളത്. അവരുടെ പ്രിയപ്പെട്ടവർ ഒരുപാട് കാലം അവർ ജീവിക്കുന്നെന്ന് പ്രതീക്ഷിക്കും. പക്ഷേ വഖദ് ഉദ്ഖിലത് അജ്സാദുഹും ദുൽമത്തൽ ഖബ്രി, അവരുടെ കുഞ്ഞു ശരീരങ്ങളതാ ഖബറിൻ്റെ ഇരുട്ടറകളിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. വകം മിൻ അറൂസിൻ സയ്യനുഹാ ലിസൗജിഹാ വഖദ് ഖുബിദത് അർവാഹുഹും ലൈലത്തൽ ഖദ്രി. വകം മിൻ അറൂസ്, എത്ര മണവാളന്മാരും മണവാട്ടികളുമാണുള്ളത്. സയ്യനുഹാ ലിസൗജിഹാ, അവനെ അതിൻ്റെ ഇണകൾക്ക് വേണ്ടി ആളുകൾ അണിയിച്ചൊരുക്കി, മണവാട്ടിയെ ആളുകൾ അണിയിച്ചൊരുക്കുന്നു. എന്നാൽ വഖദ് ഖുബിദത് അർവാഹുഹും ലൈലത്തൽ ഖദ്രി, വിവാഹം നിശ്ചയിക്കപ്പെട്ട രാത്രി അതാ മരണപ്പെട്ടു പോകും. വകം മിൻ ഫതാ യുംസി വയുസ്ബിഹു ളാഹിക വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്രയോ ചെറുപ്പക്കാരുണ്ട്, അവൻ ചിരിക്കുന്നു, കളിക്കുന്നു, അവനറിയില്ല അവനെ പുതക്കാനുള്ള കഫൻ പുടവ തൊട്ടടുത്ത് നെയ്തിട്ടുണ്ട്, അടുത്ത കടയിലെത്തിയിട്ടുണ്ട്, അവനറിയില്ല. ഇതാണ് മരണത്തിൻ്റെ സ്ഥിതി എന്ന് പറയും. ഒരാൾക്കും എപ്പോഴാണ് എന്ന് അറിയില്ല. സ്ഥലവും യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണ്. സ്ഥലം നമ്മൾ വിചാരിക്കും ഒരാൾ അവിടെ മരിക്കും. എത്രയോ കാലം നാട് വിട്ടു പോകാതെ കഴിഞ്ഞ പ്രായമേറിയ സ്ത്രീകൾ, എത്ര വാർത്തകൾ വന്നിട്ടുണ്ട്. അവരുടെ മകനോ മകളോ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, അവിടെ മരിക്കുന്നു, അവിടെ ഖബറടക്കും. ഇത്രയും കാലം നാട് വിട്ടു പോയിട്ടില്ലാത്ത സ്ത്രീയാണ് അല്ലെങ്കിൽ പ്രായമേറിയ ആളാണ്. പക്ഷേ ഖബറ് കടൽ കടന്ന് മറ്റൊരു നാട്ടിലാണ്. അള്ളാഹു അവിടെയാണ് ഖബർ നിശ്ചയിച്ചിട്ടുള്ളത്. ചില ഹദീസുകൾ പല പണ്ഡിതന്മാരും സ്വീകാര്യോഗ്യമാണെന്ന് പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഒരാൾ ഖബറടക്കപ്പെടുക അയാളെ ഏത് മണ്ണിൽ നിന്നാണോ പഠിച്ചത് അവിടെ നിന്നാണ്. ഒരാൾ ഏത് മണ്ണിൽ നിന്നാണോ അള്ളാഹു പഠിച്ചത് അവിടെ നിന്നാണ് അവിടെയാണ് അയാളുടെ ഖബർ ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ കാണാം.
അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അബൂബക്കറിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെയും ഉമറിനെയും അള്ളാഹു ഒറ്റ മണ്ണെന്നാണ് പഠിച്ചത്. അവരുടെ 3 പേരുടെ ഖബറുകൾ അടുത്തടുത്താണ്. അവരുടെ അടുപ്പം സൂചിപ്പിക്കുന്ന കാര്യമാണത്. സല്ലല്ലാഹു അലാ നബീന വസല്ലം റളിയല്ലാഹു അൻ അബീ ബക്കർ വ ഉമർ. നോക്കൂ, അള്ളാഹുവിന് ഗൈബിൻ്റെ മഫാത്തിഹ് അറിയാം. ഗൈബിൻ്റെ മഫാത്തികളിൽ ഒന്നാണ് അന്ത്യനാൾ ഇപ്പോൾ സംഭവിക്കും. അതുപോലെ ഒരാൾ ഇവിടെ വെച്ച് മരിക്കും. അപ്പോൾ സ്ഥലം അറിയില്ല എങ്കിൽ ഉറപ്പാണ് എന്ത്, സമയം ഒരിക്കലും അറിയില്ല. സ്ഥലത്തെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഒരു മനുഷ്യനായവൻ ഏതു ഭൂമിയിൽ മരിക്കുക എന്നറിയില്ല എന്ന് പറഞ്ഞാൽ സമയം ഒരു കാരണവശാലും അറിയില്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ അള്ളാഹു പറഞ്ഞു, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ എന്തു ചെയ്യും എന്നും ഒരുവൻ അറിയില്ല. അപ്പം നാളെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങളുടെ താക്കോലാണ്, ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യമല്ല. അതുപോലെ നോക്കൂ, ഗർഭാശയത്തിലുള്ള കുഞ്ഞിനെ കുറിച്ച് അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. മനസ്സിലായി? അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. അതാണോ പെണ്ണോ എന്നത് മാത്രം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. മാത്രമല്ല അത് അള്ളാഹു മലക്കുകൾക്ക് നേരത്തെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ മലക്കുകൾ അത് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുൻപ് അറിയുന്നവനാരും മാത്രമാണ്? അള്ളാഹു മാത്രം. മലായിക്കത്തും അറിയിച്ചു കൊടുക്കുന്നതിന് മുമ്പ് എന്ന് മാത്രമല്ല, അതിൻ്റെ റിസ്ക്, അതെപ്പോൾ ജീവിക്കും, എപ്പോൾ അത് ഭൂമിയിലേക്ക് വരും, അതിൻ്റെ ആയുസ് എത്രയാണ്, സ്വഭാവം എങ്ങനെയാണ്, അതിൻ്റെ റിസ്ക് എന്താണ്, അമലെന്താണ്, സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. അവൻ മലായിക്കത്തിനോ ഏതെങ്കിലും പടപ്പിനോ അറിയിച്ചു കൊടുക്കുന്നതിന് മുമ്പ്. ഇത് നോക്കൂ, ഈ പറഞ്ഞതുപോലെയുള്ള ഗൈബാണ്. അതായത് പിന്നാലെ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അതിനാണ് എന്ത് പറയുക, മഫാത്തിഹുൽ ഗൈബ് എന്ന് പറയുക. അതാണ് ഈ ആയത്തിൽ പറഞ്ഞു, വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്. ഗൈബിൻ്റെ മഫാത്തിഹ് അവൻ്റെ പക്കലാണ്. ഇത് കേവല ഗൈബല്ല, മറിച്ച് ഗൈബുകളുടെ ഒരുപാട് ഗൈബുകളുടെ വാതിലുകളാണത്. ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. മഴ എപ്പോൾ പെയ്യും, അത് ഇതുപോലുള്ള കാര്യമാണ്. അള്ളാഹുവിന് മാത്രമേ അത് അറിയുകയുള്ളൂ. മനസ്സിലല്ലേ? സാധ്യതകൾ മേഘം നോക്കിയിട്ട് ഇപ്പോൾ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിലുള്ള അറിവല്ല അതേക്കുറിച്ച്. അത് അള്ളാഹു കാണിച്ചു തരുന്ന അടയാളത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അത് തന്നെ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. അത് എത്രയോ തവണ തെറ്റാം, മാറിപ്പോകാം. മാത്രമല്ല അതിലെ ഓരോ തുള്ളിയെക്കുറിച്ച്, അതെവിടെ പതിക്കുന്നു എന്നതിനെക്കുറിച്ചെല്ലാം അറിയുന്നവൻ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതാണ് അള്ളാഹു പറയുന്നത്, ലാ യഅലമുഹാ ഇല്ലഹു, അവനല്ലാതെ അതറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, അവൻ ബറിലുള്ളത് അറിയുന്നു, ബഹറിലുള്ളത് അറിയും. ബർ എന്നാൽ എന്താണ്? കടൽ, കര. ബഹർ കര, കടൽ. ബർ കടൽ, ബഹർ കര, അങ്ങനെയാണോ? അല്ല, ബർ കര, ബഹർ കടൽ. ഇത് വേറൊരു അർത്ഥം കൂടി ഉണ്ട് ബറിനും ബഹറിനും. ബറിന് ജലാശയങ്ങളില്ലാത്ത നാടിന് ബർ എന്ന് പറയും, ജലാശയങ്ങളുള്ള നാടിന് ബഹർ എന്ന് പറയും. അങ്ങനെയും അറബിയിൽ പ്രയോഗമുണ്ട്. ജലാശയങ്ങളൊന്നും ഇല്ലാത്ത നാട്ടിന് എന്ത് പറയും? ബർ. ജലാശയങ്ങളുള്ള നാട്ടിന് ബഹർ എന്ന് പറയും. ഹദീസുകളിൽ ആ അർത്ഥത്തിൽ വന്നിട്ടുണ്ട്. ജലാശയങ്ങളുള്ള നാട്ടിന് ബഹർ, ജലാശയങ്ങളില്ലാത്ത നാട്ടിന് ബർ. അല്ല എങ്കിൽ പൊതുവെ നമ്മൾക്കൊക്കെ അറിയുന്ന അർത്ഥം എന്താ? ബറും ബഹറും. ബർ കര, ബഹർ കടൽ. ഇത് രണ്ടിലുമുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചിന്തിച്ചു നോക്കൂ, കരയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ എണ്ണം എത്രയാണ്, അതിലെ ഓരോന്നിൻ്റെ ഇനങ്ങളുടെ എണ്ണം എത്രയാണ്. ഇനങ്ങളുടെ എണ്ണം, ജീവികളെന്ന് പറഞ്ഞാൽ മനുഷ്യരുണ്ട്. മനുഷ്യരിൽ എത്ര 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 ഇനങ്ങളുണ്ട്. പല രൂപത്തിലുള്ള മനുഷ്യർ, പല നിറങ്ങളിലുള്ളവർ, പല ശരീരപ്രകൃതിയുള്ളവർ. ജീവികൾ നോക്കൂ, പക്ഷികളെന്ന് പറഞ്ഞാൽ അതൊരു ഇനമാണ്, എന്നാൽ അതിൽ എത്ര എത്ര ഇനങ്ങളുണ്ട്. ഉറുമ്പുകൾ എടുത്താൽ അതിൽ എത്ര എത്ര ഇനങ്ങളുണ്ട്. ഇങ്ങനെ ഓരോന്നും എത്ര എത്ര ഇനങ്ങളുണ്ട്. അതിൽ ഓരോ ഇനത്തിലും എത്ര എത്ര വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ ഓരോ ജീവികളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് പുറമെ മരങ്ങളും ഇവിടെയുള്ള മണ്ണും പർവ്വതങ്ങളും നദികളും കടലും പുഴകളും ഇവിടെയുള്ള കൃഷിവർഗ്ഗങ്ങളും പഴങ്ങളും, ഇങ്ങനെ സുബ്ഹാനല്ലാഹ് എണ്ണിക്കണക്കാക്കാൻ സാധിക്കാത്തത്ര. ഇത് കരയിലെ കാര്യമാണ്. കടലിലോ ഇതിനേക്കാൾ അധികം ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിലുള്ളതിനേക്കാൾ അധികം അതിനകത്തുണ്ട്. അത്രേ നമ്മൾ കണ്ടതിനേക്കാൾ കൂടുതൽ കാണാത്തതാണ്. അള്ളാഹു ഒന്നൊഴിയാതെ സകലതും അറിയുന്നു. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. വമാ തസ്ഖുതു, വീഴുന്നില്ല,
വറഖ, ഒരു വറക്കത്ത് വീഴുന്നില്ല, ഒരു ഇല വീഴുന്നില്ല, ഇല്ല യഅലമുഹ, അവൻ അതേക്കുറിച്ച് അറിഞ്ഞിട്ടല്ലാതെ. അത് വീഴുന്ന സന്ദർഭത്തിൽ അതിങ്ങനെ ആടി ആടി താഴേക്ക് പതിക്കുമ്പോൾ അള്ളാഹു അതേക്കുറിച്ച് അറിയുന്നു. അതിനേക്കാൾ വലുതാണ് അത് മുളക്കുക എന്നത്. നിസ്സാരമാണ് ഇത് വീണു പോകുക എന്നത്, ഒരാളും ശ്രദ്ധിക്കാത്തത്. അത് അള്ളാഹു അറിയുന്നെങ്കിൽ അത് മുളച്ചു വരിക അവരറിഞ്ഞതിന് ശേഷം മാത്രമാണ്. വല ഹബ്ബത്തിൻ, ഒരു ധാന്യമണിയില്ല, ഫീ ദുലുമാത്തിൽ അർദ്, ഭൂമിയുടെ ഇരുട്ടുകളിൽ, ഭൂമിയുടെ ഇരുട്ടുകളിൽ ഒരു ധാന്യമണിയുണ്ട് എങ്കിൽ അള്ളാഹു അതറിയുന്നു. വല റത്ബിൻ, ഒരു പച്ചയായതില്ല, വല യാബിസ്, ഉണങ്ങിയതില്ല, ഇല്ല ഫീ കിതാബിൻ മുബീൻ, വ്യക്തമായൊരു കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടതല്ലാതെ ഇല്ല. പച്ച ഉണങ്ങിയത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. പച്ച ഉണങ്ങിയത് അതിൽപ്പെടും. അതുപോലെ ജീവനുള്ളതും ജീവനില്ലാത്തതും. ജീവനുള്ളതിന് റത്ബ് എന്ന് പറയും. ഹദീസിൽ വന്നില്ല, ഫീ കുല്ലി കബിദിൻ റത്ബത്തിൻ അജ്റുൻ, പച്ചക്കരളുള്ള എല്ലാ ജന്തുവിനും നന്മ ചെയ്തു കൊടുത്താൽ പ്രതിഫലമുണ്ട്. എന്താ ഈ പച്ചക്കരൾ എന്ന് പറഞ്ഞാൽ? ജീവനുള്ളത്. ജീവനുള്ള ഏത് ജന്തുവിന് നീ നന്മ ചെയ്തു കൊടുത്താലും അതിൽ അജ്റുണ്ട്, അള്ളാഹുവിൻ്റെ പ്രതിഫലമുണ്ട്. ഏതൊരു റഹ്മത്ത് കാണിച്ചാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും. അടുത്ത ആയത്ത് നോക്കൂ, വമ തഹ്മിലു മിൻ ഉൻസ വലാ തദഉ ഇല്ലാ ബിഇൽമിഹി, വമ തഹ്മിൽ, ഗർഭം ധരിക്കുന്നില്ല, മിൻ ഉൻസ, ഒരു പെണ്ണും, വലാ തദഉ, പ്രസവിക്കുന്നുമില്ല, ഇല്ല ബിഇൽമിഹി, അള്ളാഹുവിൻ്റെ അറിവോടുകൂടിയല്ലാതെ. ഇവിടെ ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് കേവലം മനുഷ്യ സ്ത്രീയല്ല, പിന്നെയോ എല്ലാം ജന്തുക്കളും, ഇനി ഗർഭം ധരിക്കുന്ന പക്ഷികളുണ്ടെങ്കിൽ അതും എല്ലാം. അതിൻ്റെ ഹമിൽ അള്ളാഹു അറിയുന്നു. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, വമാ തഗീദുൽ അർഹാമു വമാ തസ്ദാദ് വകുല്ലു ശൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. വമാ തഗീദുൽ അർഹാം, റഹിം പുറന്തള്ളുന്നത് അള്ളാഹു അറിയുന്നു. റഹിം എന്ന് പറയുന്ന ഗർഭപാത്രം, അത് പുറന്തള്ളുന്നത് ഗൈദ് എന്ന് പറയുന്നതിന് ഈ ആയത്തിൽ നിന്നാണ് പണ്ഡിതന്മാർ അള്ളാഹു ആലം ആ വാക്ക് പറയുക. ഗൈദ് എന്ന് പറയാൻ എന്താ? ഹൈദ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹൈദ് ആർത്തവമാണ്. എന്നാൽ ഗൈദ്, ഗർഭിണിയായിരിക്കെ ഒരു സ്ത്രീക്ക് രക്തസ്രാവം ഉണ്ടായാൽ അതിന് ഗൈദ് എന്ന് പറയും. മനസ്സിലായി? പൊതുവെ സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടാവുക അവർ ഗർഭിണിയല്ല എന്നതിൻ്റെ അടയാളമാണ്. പക്ഷേ ഒരു സ്ത്രീ ഗർഭിണിയായാൽ ഒരിക്കലും അവൾക്ക് ഹൈദ് സംഭവിക്കുകയില്ല എന്ന് പറയാൻ കഴിയില്ല. അപൂർവം ചില സന്ദർഭങ്ങളിൽ സംഭവിച്ചേക്കാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ പോലെയുള്ള ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് അതാണ്. ശരിയാണ്, ഒരുപാട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് നമ്മുടെ പൊതുവെ നമുക്ക് എല്ലാം അറിയുന്ന കാര്യമാണ്. ഒരു സ്ത്രീയുടെ ആർത്തവം നിലച്ചാൽ ഗർഭിണിയായിരിക്കാൻ സാധ്യതയുണ്ട്. ഗർഭിണിയായിരിക്കെ ഒരു സ്ത്രീക്ക് ഹൈദ് ഉണ്ടാവുകയില്ല എന്നത്. പക്ഷേ ഖുർആനിലോ സുന്നത്തിലോ തീർത്തെന്ത് വന്നിട്ടില്ല, ഒരു സ്ത്രീക്ക് ഹമലുണ്ട്, ഗർഭിണിയാണെങ്കിൽ അവൾക്ക് ആർത്തവം ഉണ്ടാവുകയില്ല എന്ന് വന്നിട്ടില്ലാത്തത് കൊണ്ട് അപൂർവമായി ഇത് സംഭവിച്ചേക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണാൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അഭിപ്രായക്കാരനാണ്. എന്ന് മാത്രമല്ല ചില സ്ത്രീകളുടെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുമുണ്ട്. മനസ്സിലായില്ലേ? പല ആളുകളുടെയും അനുഭവം അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 5 മാസം വരെയൊക്കെ സ്ത്രീക്ക് സാധാരണ പോലെ ഹൈദുണ്ട്, അവരറിഞ്ഞിട്ടില്ല അവർ ഗർഭിണിയാണ്, പക്ഷേ ഗർഭിണിയായിരുന്നു. അങ്ങനെ സംഭവിക്കാം, അത് സംഭവിച്ചുകൂടാ എന്ന് ഇല്ല. ഖുർആനിലും സുന്നത്തിലും അങ്ങനെ വന്നിട്ടില്ലാത്തതുകൊണ്ട് അപൂർവമായി സംഭവിച്ചേക്കാം. വല്ലാഹു അലം, അതാണ് കൂടുതൽ സഹീഹ്. പക്ഷെ അതിന് പണ്ഡിതന്മാർ ഈ വാക്ക് ഉപയോഗിച്ചത് കാണാം, ഗൈദ് എന്ന്. കാരണം ഈ ആയത്തിൽ വന്നു, സൂറത്തു റഅദിലെ ആയത്തിൽ, വമാ തഗീദുൽ അർഹാമു വമാ തസ്ദാദ്, ഗർഭാശയം എന്താണ് അതിൽ നിന്ന് കുറയുന്നത്, അതിൽ നിന്ന് കൂടുന്നത് അള്ളാഹുവിനറിയാം, അള്ളാഹുവിനറിയാം, റബ്ബിനറിയാം. റബ്ബറിയാതെ ഒരു സ്ത്രീയുടെ റഹിമിൽ, അവളുടെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞ് വളരുകയില്ല. അള്ളാഹു അറിയും. അവളുടെ പ്രസവം അള്ളാഹു അറിയും. അത് മനുഷ്യ സ്ത്രീയാകട്ടെ അതല്ലാത്ത സ്ത്രീയാകട്ടെ. യാ സുബ്ഹാനല്ലാഹ്, അത് റബ്ബിൻ്റെ കയ്യിലാണ്. അള്ളാഹുവാണ് അതിന് നിയന്ത്രിക്കുന്നത്. അള്ളാഹുവാണ് അതിന് റിസ്ക് നൽകുന്നത്. അതിൻ്റെ റിസ്ക്കാരുടെ കയ്യിലാണ്, അള്ളാഹുവിൻ്റെ കയ്യിലാണ്. എത്ര അത്ഭുതമാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഗർഭാശയത്തിൽ ആ കുഞ്ഞിന് ഭക്ഷണവും വെള്ളവും അതിൻ്റെ റിസ്ക് റബ്ബാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, റബ്ബിൽ തവക്കുലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആരും തരാനില്ലാത്തപ്പോൾ റിസ്ക് തന്ന റബ്ബാണ്. എങ്കിൽ മരിക്കുന്നത് വരെ റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്കത് നൽകുന്നതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇവിടെ മനോഹരമായൊരു പാഠം പറഞ്ഞത് കാണാം. ഒരു ഫായിദ, ഒരു നല്ല അനുഭവം നൽകുന്ന പാഠം എന്ന നിലയ്ക്ക് അത് ഓർമ്മിപ്പിക്കട്ടെ. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റിസ്കിൻ്റെ വഴിയാണ്, അതവൻ ഓരോ സമയത്തും ആവശ്യത്തിന് വർദ്ധിപ്പിച്ചു തരുമെന്ന്.
ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഗർഭാശയത്തിലായിരിക്കെ ഉള്ളതിൻ്റെ ഇരട്ടിയാണ് ജനിച്ചാൽ. ഭൂമിയിലുള്ള സന്ദർഭത്തിൽ കുഞ്ഞായിരിക്കെ അതിൻ്റെ ഇരട്ടിയാണ്, പിന്നെ അതിൻ്റെ ഇരട്ടി, പിന്നെ അതിൻ്റെ ഇരട്ടി. അദ്ദേഹം പറഞ്ഞു, ഗർഭാശയത്തിലായിരിക്കും ഒരൊറ്റ വഴിയിലൂടെ മാത്രമാണ് ഭക്ഷണം ലഭിക്കുക, പൊക്കിൽ കൊടിയിലൂടെ ഒരൊറ്റ വഴി, ഒരു വഴി മാത്രം. ജനിച്ചു കഴിഞ്ഞാൽ ഉമ്മയുടെ 2 മാറിടങ്ങളിലൂടെ ഒരു കുഞ്ഞിന് റിസ്ക് ലഭിക്കുന്നു. ഒന്നുള്ളത് എത്രയായി? 2ആയി. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ അത് മൊത്തത്തിൽ കൂട്ടിയാൽ 4ആണെന്ന് ഷെയ്ഖുൽ ഇബ്നുൽ ഖയ്യിം പറഞ്ഞു. കാരണം 1 മാംസവും അതുപോലെ സസ്യവും, 2 വെള്ളവും പാലും, പിന്നെ ഇതുകൊണ്ടുള്ള ബാക്കി ഭക്ഷണങ്ങൾ. എന്നിട്ട് അവൻ അള്ളാഹുവിനനുസരിച്ച് ജീവിച്ച് സ്വർഗത്തിലെത്തിയാൽ അതാ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ അവന് തുറക്കപ്പെടുന്നു. സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടുന്നു എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റിസ്ക് അത് അങ്ങനെയാണ്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നിശ്ചയിക്കപ്പെട്ടതെന്തോ അത് കഴിച്ചു മാത്രമേ അയാൾ മരിക്കുകയുള്ളൂ. പണ്ഡിതന്മാരിൽ, ആധുനിക പണ്ഡിതന്മാരിൽ ചിലർ പറയാറുണ്ട് ഒരു അനുഭവം. ഒരാൾ കിണറ്റിൽ വീണിട്ട് അയാളെ ആളുകൾ രക്ഷപ്പെടുത്തിയെടുത്തു, പുറത്തേക്ക് കയറ്റി. എന്നിട്ട് അയാൾക്ക് ഇവിടെ കുറേ കിടന്നല്ലേ, അയാൾക്ക് ഒരു ഗ്ലാസ് പാൽ കൊടുത്തു. അയാളോട് ആളുകൾ ചോദിച്ചു, എങ്ങനെ നിങ്ങൾ വീണത്? പഴം ഇതാ ഞാൻ ഇങ്ങനെയാണ് വീണത് എന്ന് കാണിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ അയാൾ കാല് തെറ്റി അതിലേക്ക് വീണ് മരിച്ചു. നോക്കൂ, ആ ഒരു ഗ്ലാസ് പാൽ അയാൾക്ക് അള്ളാഹു വിധിച്ചിട്ടുണ്ട്, അത് കുടിക്കണം. അതുകൊണ്ട് അതും കൂടി കുടിച്ചിട്ട് മാത്രമാണ് അയാൾ വീണ്ടും മരിച്ചത്. ഒരന്യമാണ് എങ്കിലും അള്ളാഹു നിനക്ക് രേഖപ്പെടുത്തിയാണോ അത് കഴിച്ചിട്ടല്ലാതെ നീ പോവുകയില്ല. മരണം നിന്നെ തേടിയെത്തുന്നത് പോലെ നിൻ്റെ റിസ്ക് നിന്നെ തേടിയെത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. മൗത്ത് ഉറപ്പാണല്ലോ, അത് തേടി വരും. അതുപോലെയാണ് റിസ്ക്. അതുപോലെയാണ് റിസ്ക് എന്ന്. മൗത്ത് അപകടം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് എന്നതുപോലെ റിസ്ക് നേടാൻ അള്ളാഹു പരിശ്രമിക്കാൻ അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഫംശൂ ഫി മനാകിബിഹ വകുലൂ മിൻ റിസ്ഖ്, ഭൂമിയുടെ ചുമലുകളിലൂടെ സഞ്ചരിക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റിസ്കിൽ നിന്ന് കഴിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അള്ളാഹു നിശ്ചയിച്ചതേ കിട്ടുകയുള്ളൂ. നോക്കൂ, അടുത്ത ആയത്ത്, ഈ ആയത്ത് കൂടി എൽമെന്ന റബ്ബിൻ്റെ സിഫത്ത് പറയാൻ ഷെയ്ഖുൽ ഇസ്ലാം ഉദ്ധരിച്ചിരിക്കുന്നു. അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്ന അല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. ഈ ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗം സൂറത്ത് തലാഖിലെ ആയത്തിൻ്റെ മുൻഭാഗം, അള്ളാഹുവാണ് ആകാശങ്ങളെ ഭൂമിയെ പടച്ചത്. എന്തിനു വേണ്ടി? ലിതഅലമൂ, നിങ്ങളറിയാൻ. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു ഏത് കാര്യത്തിന് കഴിവുള്ളവനാണ്. വഅന്ന അല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, അള്ളാഹു ഏത് വസ്തുവിനെയും അവൻ്റെ അറിവ് കൊണ്ട് വലയം ചെയ്തിരിക്കുന്നു. ഇതറിയാനാണ് അള്ളാഹു ആകാശഭൂമികളെ പടച്ചത്. അള്ളാഹു ആകാശഭൂമികളെ പടച്ചത് 2 കാര്യത്തിലാണ്. ഒന്ന്, നിങ്ങൾ അള്ളാഹുവിനെ അറിയാൻ. 2, അള്ളാഹു നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ. ഇത് 2ആണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. ഒന്ന്, നിങ്ങൾ അള്ളാഹിനെ അറിയാൻ. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നതിൻ്റെ പ്രാധാന്യം നോക്കൂ. റബ്ബ് ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്, അവന് കഴിയാത്തതായി യാതൊന്നുമില്ല. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവന് കഴിയാത്തതായി യാതൊന്നുമില്ല. അതുപോലെ അവൻ ഏത് വസ്തുവിനെയും അവൻ്റെ അറിവ് കൊണ്ട് വലയം ചെയ്തിരിക്കുന്നു. അവൻ അറിയാതെ യാതൊന്നുമില്ല, എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അറിയുന്നതാണ്. ഇത്രയും ആയത്തുകൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അള്ളാഹുവിൻ്റെ ഇൽം, അവൻ്റെ അറിവ് എന്ന വിശേഷണം അത് വന്നിട്ടുള്ള ആയത്തുകൾ എന്ന നിലക്കാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുന്ന, അവനെ ശരിയായ രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുകയും അതിലായി നമ്മെ മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല അഅലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.